ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. റവ കൊണ്ട് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ 1.5 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുക. പാൽ ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ 1 കപ്പ് റവ അതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് റവ ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. റവ പെട്ടെന്ന് തന്നെ പാലൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം ഇത് കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല ചൂടിൽ തന്നെ കുഴക്കണ്ട, കുറച്ച് ചെറിയൊരു ചൂട് മാറിയതിന് ശേഷം നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് നല്ലതുപോലെ ഉരുട്ടാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് പാൽ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നല്ല അമർത്തി ഉരുട്ടിയെടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം അമർത്തിയിട്ട് മാത്രം ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ക്രാക്കൊന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 1.25 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് ഒരു 4-5 ഏലക്കായ ഇതുപോലെ ഇതാക്കിയിട്ട് ഇടുക. അത് തിളക്കുന്ന സമയം നമുക്ക് നമ്മുടെ ഗുലാബ് ജാമുൻ ഫ്രൈ ആക്കി എടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഓയിൽ അധികം ചൂടാവണ്ട. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടാതെ പെട്ടെന്ന് തന്നെ പുറം ഭാഗമൊക്കെ കരിഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വറുത്ത് കോരുക. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബോൾസും വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഷുഗർ സിറപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആ ചൂടോടെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടോടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ സിറപ്പൊക്കെ പെട്ടെന്ന് തന്നെ വലിച്ചു കുടിക്കും. അത് എന്നാൽ മാത്രം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ കിട്ടുള്ളൂ. ഇനി ഇത് അടച്ച് വെച്ച് 2 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, സിറപ്പൊക്കെ കുടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ടായിന്. അത് ആദ്യം ഇട്ടത് ചെറിയ പാത്രമായതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് തട്ടിക്കൊടുത്തിന്. അപ്പോൾ ആ തട്ടുന്ന സമയത്ത് അതിൽ നിന്ന് 2-3 എണ്ണമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. എന്നാലും നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി നല്ല ജ്യൂസി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്